നെക്സ്റ്റ് ഫ്രീ റെസ്പോൺസ് ഓഫ് എ അൺഡാംഡ് സിസ്റ്റം. ഫ്രീ റെസ്പോൺസ് ഓഫ് എ അൺഡാംഡ് സിസ്റ്റം. ഓക്കെ, നമുക്കിപ്പോ ഒരു ഫിഗർ കൺസിഡർ ചെയ്യാം. അൺഡാംഡ് സിസ്റ്റം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അതില് ഡാമ്പിംഗ് എലമെന്റ് ഇല്ല അല്ലെ. നമ്മൾ നേരത്തെ ഒരു ഫിഗർ വരച്ചിരുന്നല്ലോ, അല്ലെങ്കിൽ ഫിഗർ നമ്മൾ കാണിച്ചിരുന്നല്ലോ. അപ്പൊ അതിന്റെ അകത്ത് കെ മാത്രമല്ലായിരുന്നു, ഒരു സി എന്ന് പറയുന്ന ഒരു കമ്പണന്റും കൂടി അവിടെ ഉണ്ടായിരുന്നു അല്ലെ. സി നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സി എന്ന് പറയുന്ന ഒരു കമ്പണന്റും കൂടി അതിലുണ്ടായിരുന്നു അല്ലെ. ഡാമ്പിങ്ങിന്റെ ഒരു കമ്പണന്റും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അൺഡാംഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഡാമ്പിംഗ് എന്താണ്, ഡാമ്പിംഗ് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ ഡാമ്പിങ്ങിന്റെ എലമെന്റ് ഇല്ല. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഇവിടെ ഒരു മാസ് ഉണ്ട്. ഓക്കെ, അതില് ഒരു അത് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു എലമെന്റിന്റെ സ്റ്റിഫ്നെസ്സും ഉണ്ട്. അപ്പൊ ആ രണ്ടെണ്ണേ ഉള്ളൂ. അതുപോലെ ഫ്രീ വൈബ്രേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഫ്രീ റെസ്പോൺസ് ഓഫ് അൺഡാംഡ് സിസ്റ്റം. ഫ്രീ വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ എക്സൈറ്റിംഗ് ഫോഴ്സും ഇല്ല അല്ലെ. അതായത് എഫ് ഓഫ് ടി അല്ലെങ്കിൽ പി ഓഫ് ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനീഷ്യലി ജസ്റ്റ് ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസോ മതി ബാക്കിയുള്ള മൂവ്മെന്റ്സ് അല്ലെങ്കിൽ വൈബ്രേഷൻസ് അതിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന്റെ റെസ്പോൺസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അതില് ഇപ്പൊ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ ആ സ്ട്രക്ചറിൽ ഡാമിംഗ് എലമെന്റ് ഇല്ല, അതുപോലെ എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ഫോഴ്സും ഇല്ല, കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സും ഇല്ലാത്തൊരു കേസാണ്. ഓക്കെ, ഗിവൺ എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0, അതായത് ഫ്രീ വൈബ്രേഷൻ ആണ്. ദിസ് സിസ്റ്റം മേ അണ്ടർഗോ വൈബ്രേഷൻ if it is given an initial displacement or velocity. അപ്പൊ ഇനീഷ്യലി ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് കൊടുത്താൽ തന്നെ അത് എന്ത് ചെയ്യും, വൈബ്രേഷനിലേക്ക് വരും. Thus the response of a system that is not subjected to external force but is excited by some initial disturbances is called free vibration. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫ്രീ വൈബ്രേഷൻ എന്താണെന്നുള്ളത് അല്ലെ. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് എപ്പോഴും അതിൽ ആക്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇനീഷ്യലി ഒരു ചെറിയൊരു ഫോഴ്സ് മാത്രം മതി അതിന്റെ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. Okay, this type of vibration may be in presence or absence of damping. When damping is absent, equation of motion becomes. അപ്പോൾ നമ്മളിപ്പം കൺസിഡർ ചെയ്യുന്ന എന്താ, അൺഡാംഡ് ആയിട്ടുള്ള ഫ്രീ വൈബ്രേഷന്റെ റെസ്പോൺസ് ആണ് അല്ലെ. അതായത് എക്സ്റ്റേണൽ എക്സൈറ്റിംഗ് ഫോഴ്സും ഇല്ല, അതുപോലെ തന്നെ ഡാമ്പിംഗ് എലമെന്റും ഇല്ല. അപ്പൊ എങ്ങനെയായിരിക്കും ഡാമ്പിംഗ് എലമെന്റും എക്സൈറ്റിംഗ് ഫോഴ്സസും ഇല്ലാത്ത ഇക്വേഷൻസ് ഓഫ് മോഷൻ എങ്ങനെയാ വരിക? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താ, mx double dot അല്ലെങ്കിൽ mu double dot plus c into x dot അല്ലെങ്കിൽ c into u dot plus k into x അല്ലെ equal to f of t അല്ലെങ്കിൽ p of t. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അല്ലെ. അപ്പൊ ഇതില് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളിപ്പോ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നതിൽ ഡാമ്പിംഗ് എലമെന്റ് ഇല്ല. ഡാമ്പിംഗ് എലമെന്റ് ഇല്ലെങ്കിൽ ഈ ഡാമ്പിംഗ് ഫോഴ്സും ഇവിടെ ഉണ്ടാവില്ല, പിന്നെ എക്സൈറ്റിംഗ് ഫോഴ്സ് ഇല്ല, അപ്പം എഫ് ഓഫ് ടി ആൻഡ് പി ഓഫ് ടി ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഉള്ള വൈബ്രേഷൻ റെസ്പോൺസസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയായിരിക്കും ഇക്വേഷൻസ് ഓഫ് മോഷൻ വരിക? ബാക്കിയുള്ള ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1 ആക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് ഈ ഇക്വേഷന്റെ അകത്ത് എം പുറത്തെടുത്താൽ എങ്ങനെ വരും? അതായത് എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. അപ്പം നമ്മൾ ഇതിന്റെ അകത്ത് എം പുറത്തെടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ഈ ഇക്വേഷന്റെ അകത്ത് എം പുറത്തെടുത്ത് കഴിഞ്ഞാൽ എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് അല്ലെ. അപ്പൊ എം എക്സ് ഡബിൾ ഡോട്ട് എന്നായി. ഇനി പ്ലസ് കെ ഇൻറ്റു എം ചെയ്യുമ്പോൾ കെ എം എന്ന് പറഞ്ഞു വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ എം കൊടുക്കണം. അപ്പൊ ഡിവൈഡ് ബൈ എം ഇൻറ്റു എക്സ് എന്ന് വരും ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് ഇവിടെ വന്നിരിക്കുന്നത്, എം ഇൻറ്റു എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി ഈ എമ്മിനെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാലോ എം ഈസ് ഈക്വൽ ടു 0 ആവും അല്ലെ. എം ഈസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് മീൻസ് ഇപ്പുറത്തെ സൈഡ് വന്നാൽ എം 0 ആയി പോകും അല്ലെ. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ 0 ഡിവൈഡ് ബൈ എം എന്ന് പറയുമ്പോൾ അത് ഒഴിവായി പോകും, ബാക്കി ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെ വരും? എമ്മിനെ പുറത്തെടുത്ത് കഴിഞ്ഞ് എമ്മിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയാൽ എം ഒഴിവായി പോകും. പിന്നെയുള്ള ടേം എന്ന് പറയുന്നത് എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പം വേറൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. റൂട്ട് ഓഫ് കെ ബൈ എം എന്ന് പറയുന്നത് ഒമേഗയാണ്. ഒമേഗ. ഓക്കെ, ഒമേഗ മീൻസ് ആംഗുലാർ ഫ്രീക്വൻസി. ഓക്കെ, ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി. അപ്പം റൂട്ട് കെ ബൈ എം എന്ന് പറയുന്നത് ഒമേഗയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം,
ഇവിടെ k by m ഉണ്ട്. അപ്പം ഇത് റൂട്ട് ഇല്ല, k by m ആണ്. അപ്പം റൂട്ട് k by m എന്ന് പറയുന്ന ഒമേഗ ആണെങ്കിൽ k by m എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒമേഗ സ്ക്വയർ ആയിരിക്കും അല്ലെ, ഒമേഗ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ ആയി വരും? എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 0, ഇക്വേഷൻ നമ്പർ 2. ഈ രീതിയിൽ നമുക്ക് ഇക്വേഷൻ ആക്കാം. അപ്പൊ ഞാൻ ചെയ്തത് ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന കേസ് എന്ന് പറയുന്നത് അൺഡാംഡ് ആണ്, അതുപോലെ ഫ്രീ വൈബ്രേഷൻ ഉള്ളതാണ്. അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ ആണ്. അപ്പൊ അൺഡാംഡ് എന്ന് പറയുമ്പോൾ അതിൽ ഡാമ്പിംഗ് എലമെന്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ ഫ്രീ വൈബ്രേഷൻ ആകുമ്പോൾ അതിൽ എക്സൈറ്റിംഗ് ഫോഴ്സ് ഉണ്ടാവില്ല. ഇനീഷ്യലി ഒരു ചെറിയ ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ ഫോഴ്സോ മാത്രമേ ഉണ്ടാവുള്ളൂ, അത് നമ്മൾ കണക്കിലെടുക്കില്ല. അപ്പം എഫ് ഓഫ് ടി അല്ലെങ്കിൽ പി ഓഫ് ടിയും 0 ആണ്, ഡാമിംഗ് എലമെന്റും അവിടെ ഇല്ല, അപ്പൊ ഡാമിംഗ് ഫോഴ്സും അവിടെ 0 ആണ്. അപ്പൊ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് കിട്ടും. ബാക്കിയുള്ളത് വെച്ച് എഴുതിയാൽ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പൊ എം എക്സ് ഡബിൾ ഡോട്ട് എന്ന് പറയുന്നത് ഇനേഷ്യ ഫോഴ്സ് ആണ്, കെ എക്സ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഫോഴ്സ് ആണ്. ഓക്കെ, ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഈ ഇക്വേഷന്റെ അകത്ത് നമ്മൾ എം പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. എം അപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ അത് ഒഴിവായി പോകും. ബാക്കിയുള്ള ടേം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പം കെ ബൈ എം എന്ന് പറയുന്നത് റൂട്ട് കെ ബൈ എം എന്ന് പറയുന്നത് ഒമേഗയാണ്, ആംഗുലാർ ഫ്രീക്വൻസി ആണ്. അപ്പം അതിന് ഇപ്പൊ കെ ബൈ എം ആയതുകൊണ്ട് റൂട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒമേഗ സ്ക്വയർ എന്നുള്ള രീതിയിൽ എഴുതാം. ഇപ്പൊ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ദിസ് ഇക്വേഷൻ ഈസ് എ ഹോമോജീനിയസ് ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദ ജനറൽ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ്. അപ്പൊ ഈ ഇക്വേഷനെ ഇപ്പൊ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇത് അതുപോലെ തന്നെ ചോദിക്കാവുന്നതാണ്, വലിയ മാർക്കിന് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് ഇൻഡിവിജ്വൽ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിലേക്ക് എങ്ങനെ എത്തുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതെന്തായാലും പഠിച്ചിരിക്കണം. ദിസ് ഇക്വേഷൻ ഈസ് എ ഹോമോജീനിയസ് ലീനിയർ. ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഹോമോജീനിയസ് ഇക്വേഷൻ? ആ ഇക്വേഷൻ ഈക്വൽ ടു 0 വരണം അല്ലെ, മാക്സ് ആണ്, അതിൽ കൂടുതൽ ഞാൻ പോകുന്നില്ല. ഈ ഈക്വൽ ടു 0 വരുന്ന ഇക്വേഷൻസ് ആണ്. സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഡി എക്സ് സ്ക്വയർ ബൈ ഡി ടി സ്ക്വയർ ആണ്, അത് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ദ ജനറൽ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ കാൻ ബി റിട്ടൺ ആസ്. അപ്പം നമ്മൾ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ ഞാൻ അതിന്റെ സൊല്യൂഷൻ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് അതിൽ കിട്ടുന്ന ആ ഒരു സൊല്യൂഷൻ നമുക്ക് ഈ രീതിയിൽ എഴുതിയാൽ മതി. സോൾവ് ചെയ്ത് വരുമ്പോൾ ജനറൽ സൊല്യൂഷൻ ഈ ഇക്വേഷന്റെ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു C1 cos ഒമേഗ ടി പ്ലസ് C2 sin ഒമേഗ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ ഐ ടേം കിട്ടും, കോംപ്ലക്സ് ആയിട്ടുള്ള ടേംസ് കിട്ടും. അപ്പൊ അത് വെച്ചിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ എഴുതി കൊണ്ടുവന്നതാണിത്. ഓക്കെ, അപ്പൊ ഇതിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോവാം. നമുക്ക് കിട്ടുന്നത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു C1 cos ഒമേഗ ടി പ്ലസ് C2 sin ഒമേഗ ടി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ അതിൽ C1 ആൻഡ് C2 എന്ന് പറയുന്നത് ആർബിട്രറി കോൺസ്റ്റന്റ്സ് ആണ്, കോൺസ്റ്റന്റ് വാല്യൂസ് ആണ്. ഇനി നമുക്ക് ഈ വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ വാല്യൂസിലേക്ക് നമുക്ക് എത്തണം. ടു ഡിറ്റർമൈൻ these arbitrary constants, we use specific initial conditions of displacement and velocity at t is equal to 0. അപ്പം ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മളിവിടെ അപ്ലൈ ചെയ്യും, C1 ആൻഡ് C2. അപ്പൊ ഇക്വേഷൻ ഇതാണ്, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു C1 cos ഒമേഗ ടി പ്ലസ് C2 sin ഒമേഗ ടി എന്നുള്ളതാണ്. ഓക്കെ, അതിൽ C1 C2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് കൊടുക്കാൻ പോവാ. To determine this arbitrary constant, we use specific initial conditions of displacement and velocity at t is equal to 0. അപ്പം t 0 ആകുമ്പോൾ വെലോസിറ്റിക്ക് കറസ്പോണ്ടിങ് ആയിട്ടും ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ കൊടുത്തിട്ട് നമ്മൾ C1 ആൻഡ് C2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ അറ്റ് ടൈം t is equal to 0 ലുള്ള ഡിസ്പ്ലേസ്മെന്റ്, ഓക്കെ, അറ്റ് t is equal to 0 ഉള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പം അറ്റ് t is equal to 0 അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് 0 എന്ന് നമുക്ക് എടുക്കാം. ദാറ്റ് ഈസ് x0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. അതായത് ടൈം 0 സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 0, ദാറ്റ് ഈസ് x0 എന്ന് പറഞ്ഞ് ഞാൻ എഴുതി, അല്ലെങ്കിൽ x ഓഫ് 0 എന്ന് എഴുതാം. x ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഈ ടീന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യണം, 0 കൊടുക്കണം അല്ലെ, 0 കൊടുക്കണം. അപ്പൊ ടീന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ C1 cos ഒമേഗ ഇൻറ്റു ടീന്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. t 0 ആകുമ്പോഴുള്ള കണ്ടീഷനാണ് നമ്മൾ ഇപ്പോൾ എഴുതുന്നത്. അപ്പൊ t 0 ആയാൽ എന്താവും, cos 0 എന്നായി മാറും അല്ലെ. C1
കോസ് 0 എന്നാവും. എന്താ കോസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ് അല്ലെ. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ C1 കോസ് ഒമേഗ ഇൻറ്റു 0 പ്ലസ് C2 സൈൻ ഒമേഗ ടി. ടി 0 ആണല്ലോ, അപ്പൊ C2 സൈൻ 0. സൈൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 0 ഈസ് ഈക്വൽ ടു 0 ആണ് അല്ലെ. അപ്പം ആ ടേം നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഇത് ഒഴിവാക്കാൻ പറ്റും. ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേം എന്ന് പറയുന്നത് C1 കോസ് ഒമേഗ ഇൻറ്റു 0. അപ്പൊ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. നമുക്ക് അപ്പൊ എന്ത് കിട്ടും? എക്സ് ഓഫ് 0 ഈസ് ഈക്വൽ ടു C1 എന്ന് പറഞ്ഞു കിട്ടും. ഈ ടേം 1 ആയി പോയി കഴിഞ്ഞാൽ C1 എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? C1 ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് 0 ദാറ്റ് ഈസ് x0. അപ്പൊ C1 ന്റെ വാല്യൂ എന്ന് പറയുന്നത് ആ സ്റ്റാർട്ടിങ് ടൈംസ് 0 ആകുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ എന്താണോ വാല്യൂ അതാണ് C1 എന്ന് പറഞ്ഞ വാല്യൂ. ഓക്കെ, അപ്പൊ C1 ന് നമുക്ക് ഇവിടെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് C2 വാല്യൂ കാണണം. C2 വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ടു ഫൈൻഡ് ഔട്ട് വാല്യൂ ഓഫ് C2 ഡിഫറൻഷിയേറ്റ് ഇക്വേഷൻ 3 വിത്ത് റെസ്പെക്ട് ടു t. അപ്പൊ ഇക്വേഷൻ നമ്പർ 3 ഏതാണ്? ഇതാണ് ഇക്വേഷൻ നമ്പർ 3 അല്ലെ. ഈ ഇക്വേഷൻ നമ്പർ 3 വിത്ത് റെസ്പെക്ട് ടു t നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യണം. അതായത് എക്സിനെ, അതായത് ഡിസ്പ്ലേസ്മെന്റിനെ വിത്ത് റെസ്പെക്ട് ടു t നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യുകയാണെങ്കിൽ അത് വെലോസിറ്റി ആയി മാറും. അപ്പൊ അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ dx ഓഫ് t ബൈ dt ചെയ്യാണ്. അപ്പൊ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? ഇതിനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ എന്താ വരിക? എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു C1 കോസ് ഒമേഗ ടി പ്ലസ് C2 സൈൻ ഒമേഗ ടിനെ ഡിഫറൻഷിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലായിരിക്കും കിട്ടുക. എക്സ് ഡോട്ട് ഓഫ് ടി, അതായത് വെലോസിറ്റി ആയി മാറി, മൈനസ് C1 ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് C2 ഒമേഗ കോസ് ഒമേഗ ടി എന്നായിരിക്കും കിട്ടുക. ഓക്കെ, അതെങ്ങനെയാ കിട്ടുക? നമ്മൾ ഇക്വേഷൻ ഇതാണ്. C1 കോസ് ഒമേഗ ടി C1 കോസ് ഒമേഗ ടി പ്ലസ് C2 സൈൻ ഒമേഗ ടി, C2 സൈൻ ഒമേഗ ടി. അപ്പൊ ഇതിനെ ഡിഫറൻഷിയേഷൻ ചെയ്തോളൂ. ചെയ്യുമ്പോൾ C1 കോൺസ്റ്റന്റ് ആണല്ലോ, അപ്പൊ കോസ് ഒമേഗ ടിനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ, ഇപ്പം കോസ് 2x എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഡിഫറൻഷിയേഷൻ ചെയ്താൽ എന്താ വരിക? കോസിന്റെ ഡിഫറൻഷിയേഷൻ എന്താ? മൈനസ് സൈൻ ആണ് അല്ലെ. അപ്പൊ C1 ഇൻറ്റു മൈനസ് സൈൻ അല്ലെ, മൈനസ് സൈൻ ഒമേഗ ടി. ഇനി എന്ത് ചെയ്യണം? ഇൻറ്റു, ഇവിടെ 2 ഉണ്ടെങ്കിൽ 2 ചെയ്യണ്ടേ, ദാറ്റ് ഈസ് ഇൻറ്റു ഒമേഗ ചെയ്യണം അല്ലെ. ഇൻറ്റു ഒമേഗ, ദാറ്റ് ഈസ് കോസ് 2x എങ്ങനെയാ ഡിഫറൻഷിയേഷൻ ചെയ്യാം? 2 കോസ് മൈനസ് 2 സൈൻ 2x എന്നായിരിക്കും. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ C1 കോൺസ്റ്റന്റ് ടേം ആണ്, മൈനസ് W സൈൻ മൈനസ് ഒമേഗ സൈൻ ഒമേഗ ടി എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ഇനി പ്ലസ് സൈനിനെ ഡിഫറൻഷിയേഷൻ ചെയ്താലോ കോസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? C2 ഈ ഒമേഗ ടേം മുന്നിൽ വരും, ഒമേഗ സൈനിനെ കോസ് വരും, കോസ് ഒമേഗ ടി എന്ന് വരും. അപ്പൊ ഈ മൈനസിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് C1 ഒമേഗ സൈൻ ഒമേഗ ടി പ്ലസ് C2 ഒമേഗ കോസ് ഒമേഗ ടി എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എക്സ് ഡോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തിട്ടുള്ളത്. ഇക്വേഷൻ നമ്പർ 4 ആക്കി വെച്ചു. ഇനി ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. വെൻ t ഈസ് ഈക്വൽ ടു 0, വെൻ t ഈസ് ഈക്വൽ ടു 0, t 0 ആകുമ്പോൾ എന്തായിരിക്കും? t 0 ആകുമ്പോൾ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താ? എക്സ് ഡോട്ട് ഓഫ് ടി ആണ് അല്ലെ. അപ്പൊ എക്സ് ഡോട്ട് ഓഫ് 0 ആവും. അപ്പൊ ടിന്റെ സ്ഥാനത്തൊക്കെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ മൈനസ് C1 ഒമേഗ സൈൻ ഒമേഗ ടിന്റെ സ്ഥാനം 0 എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? സൈൻ 0 എന്നുള്ള രീതി കിട്ടും. അപ്പൊ സൈൻ 0 എന്ന് പറയുമ്പോൾ ഈ ടേം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി അടുത്തത് C2 ഒമേഗ സൈൻ ഒമേഗ ടി കൊടുക്കുമ്പോൾ t 0 കൊടുക്കുമ്പോൾ ഇവിടെ cos 0 എന്നാവും അല്ലെ. അപ്പൊ cos 0 ആകുമ്പോൾ ഈ ടേം 1 ആയി പോകും, ഈ ടേം 1 ആയി വരും. ഇത് 1 ആകുമ്പോൾ ബാക്കിയുള്ള ടേം എന്താ? C2 ഒമേഗ എന്ന് മാത്രമായിരിക്കും. അപ്പൊ എക്സ് ഡോട്ട് ഓഫ് 0 ഈസ് ഈക്വൽ ടു C2 ഒമേഗ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് എഴുതാം? C2 ഈസ് ഈക്വൽ ടു, C2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? C2 ഈസ് ഈക്വൽ ടു എക്സ് ഡോട്ട് ഓഫ് 0 ബൈ ഒമേഗ എന്നുള്ള രീതി കിട്ടും. ഓക്കെ, C2 ന്റെ വാല്യൂ എക്സ് ഡോട്ട് ഓഫ് 0 ബൈ ഒമേഗ. അപ്പൊ നമുക്ക് ഇവിടെ C1 ന്റെ വാല്യൂയും കിട്ടി, അതുപോലെ C2 ന്റെ വാല്യൂയും കിട്ടി. ഓക്കെ, നമ്മുടെ സൊല്യൂഷൻ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു C1 കോസ് ഒമേഗ ടി പ്ലസ് C2 സൈൻ ഒമേഗ ടി എന്നായിരുന്നു. അതിൽ C1 C2 വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തേല് t is equal to 0 ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എടുത്തു. അതായത് ഈ ഇക്വേഷൻ തന്നെ എടുത്തിട്ട് t is equal to 0 സോൾവ് ചെയ്തപ്പോൾ എനിക്ക് അതിന്റെ അകത്തുനിന്ന് C1 ന്റെ വാല്യൂ കിട്ടി.
അടുത്ത ഈ സെയിം ഇക്വേഷൻ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻസിയേഷൻ ചെയ്തപ്പോൾ ഈ ഇക്വേഷൻ വെലോസിറ്റിന്റെ ഇക്വേഷൻ ആയി മാറി. ആ വെലോസിറ്റിന്റെ ഇക്വേഷൻ ആയപ്പോൾ അതിന്റെ അകത്ത് ടി ഇസ് ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് C2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പൊ C2 ന്റെ വാല്യൂ എനിക്ക് കിട്ടിയിരിക്കുന്നത് വെലോസിറ്റി അറ്റ് 0 ഡിവൈഡഡ് ബൈ ഒമേഗ അല്ലെ, വെലോസിറ്റി അറ്റ് ടൈം 0 ഡിവൈഡഡ് ബൈ ഒമേഗ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ C1 C2 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വരും? അതായത് ഒരു അൺഡാംഡ് ആയിട്ടുള്ള ഫ്രീ വൈബ്രേഷൻ ആണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു x0, അതായത് x0 എന്ന് പറയുന്നത് C1. ഓക്കെ, C1 ന്റെ സ്ഥാനത്ത് x0 കൊടുത്തു. C1 cos omega t, that is x0 cos omega t plus C2 sin omega t. അപ്പൊ C2 ന്റെ സ്ഥാനത്ത് x dot 0 by omega വന്നു. അപ്പൊ x dot 0 into sin omega t. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. ഓക്കെ, ഓക്കെ, നമ്മൾ ഇവിടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തു അല്ലെ. ഈ ഇക്വേഷൻ വെച്ചിട്ട് അതിന്റെ വൈബ്രേഷന്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ്, അതിന്റെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ആ ഒരു ഫിഗർ എങ്ങനെയാ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എക്സ് ഓഫ് ടി അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു x0 cos omega t plus x dot 0 by omega into sin omega t. അപ്പൊ ഇവിടെ രണ്ട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഒന്ന് അവിടെയുള്ള 0 എന്ന് പറയുന്ന ടൈമിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെ ബേസ് ചെയ്തിട്ട്, x0 എന്ന് പറയുന്നത് ടൈം 0 ഡിസ്പ്ലേസ്മെന്റ് അല്ലെ, അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ആണ് x0 എന്ന് പറയുന്നത്. അടുത്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടൈം 0 ഉള്ള വെലോസിറ്റി ആണ്, എക്സ് ഡോട്ട് ഓഫ് 0 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിനെ രണ്ടിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഇക്വേഷൻ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് പ്രകാരം എങ്ങനെയാണ് ഇതിന്റെ രണ്ടിനെയും കൂടി കോമ്പിനേഷനിൽ ഡിസ്പ്ലേസ്മെന്റ്സ് വരിക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഒന്നിച്ച് വരയ്ക്കുന്നതിനേക്കാളും സിംഗിൾ ആയിട്ട് എടുത്തിട്ട് വരയ്ക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സിംഗിൾ ആയിട്ട് എടുത്ത് വരയ്ക്കുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് കമ്പോണന്റ് മാത്രം കൺസിഡർ ചെയ്യാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ഇതാണ്, x0 cos omega t എന്നുള്ളതാണ്. അപ്പൊ അത് മാത്രം വെച്ച് നമുക്ക് ആദ്യം കൺസിഡർ ചെയ്യാം. അപ്പൊ ഇവിടെ ടൈം 0 pi by 2 omega, pi by omega, 3 pi by 2 omega, 2 pi by omega, അങ്ങനെ ആ ടൈമിന്റെ ഇന്റർവെല് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ടൈം ഇന്റർവെല് നമ്മളിവിടെ ടൈം പീരീഡ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ടൈം പീരീഡ് നമുക്ക് ഫ്രീക്വൻസി, ആംഗുലാർ ഫ്രീക്വൻസിന്റെ റെപ്രസെന്റ് ചെയ്യാം. ആ രീതിയിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് ഇത്, പൈ ബൈ 2 ഒമേഗ, പൈ ബൈ ഒമേഗ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടൈം ഇന്റർവെല്ലിലും റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതില് നമ്മൾ ഈ ഫസ്റ്റ് ഈ ഒരു ടേം മാത്രമേ ഇപ്പം കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ എക്സ് ഓഫ് ടി, അതായത് ടി 0 ആവുമ്പോൾ, ഓക്കെ, ടി 0 ആവുമ്പോൾ ഈ ഒരു ടേം മാത്രം, ഡിസ്പ്ലേസ്മെന്റിന്റെ ടേം മാത്രം എടുക്കുമ്പോൾ, ഇത് വെലോസിറ്റി ടേം ആണ്, ഇത് ഡിസ്പ്ലേസ്മെന്റ് ടേം ആണ് രണ്ടാമത്തെ. അപ്പം ഈ ഒരു ടേം മാത്രം എടുക്കുമ്പോൾ ഈ ടീന്റെ സ്ഥാനം 0 വരുമ്പോൾ cos 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പം എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, x0 മാത്രമായിരിക്കും. അപ്പൊ x0 ആവുമ്പോൾ ഇത് x0 ആണ്. അടുത്തത് ടൈം എന്ന് പറയുന്നത് പൈ ബൈ 2 ഒമേഗ കൊടുക്കുമ്പോൾ, പൈ ബൈ 2 ഒമേഗ കൊടുക്കുമ്പോൾ എന്തായി മാറും, ഇവിടെ പൈ ബൈ 2 ഒമേഗ എന്ന് കൊടുക്കുമ്പോൾ, പൈ ബൈ 2 ഒമേഗ ഇൻറ്റു കൊടുക്കുമ്പോൾ ഇവിടെ ഒമേഗ ഒമേഗ ക്യാൻസൽ ആവും. അപ്പൊ കോസ് പൈ ബൈ 2 എന്നുള്ള രീതിയിൽ വരും അല്ലെ. കോസ് പൈ ബൈ 2 എന്താ, കോസ് പൈ ബൈ 2 എന്ന് പറയുന്നത് 0 ആണ് അല്ലെ, കോസ് 90 0 അല്ലേ. അപ്പൊ ഈ ഫുൾ ടേം എന്തായി മാറും, 0 ആയി മാറും. അടുത്തത് ടൈം പൈ ബൈ ഒമേഗ എന്ന് പറയുന്നു. ഓക്കെ, അവിടെ പൈ ബൈ ഒമേഗ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ എന്തായി മാറും, ടീന്റെ സ്ഥാനത്ത് പൈ ബൈ ഒമേഗ വരുമ്പോൾ ഒമേഗ ഒമേഗ ക്യാൻസൽ ആകും, കോസ് പൈ എന്ന് വരും. കോസ് പൈ എന്ന് പറയുന്നത് എന്താ, അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അപ്പം മൈനസ് ഓഫ് x0 എന്നായിരിക്കും. അടുത്ത ടൈം 3 പൈ ബൈ 2 ഒമേഗ എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അവിടെ കൊടുക്കുമ്പോഴും നമുക്ക് അവിടെ കോസ് പൈ ബൈ 2ന്റെ ആ ഒരു n ടൈംസ് ആണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ അതും എന്ത് തന്നെയായിരിക്കും, 0 ആയിരിക്കും. അടുത്ത ടൈമിൽ അത് 0 ആയിരിക്കും. ലാസ്റ്റ് 2 പൈ ബൈ ഒമേഗ കൊടുക്കുമ്പോൾ ഇവിടെ 2 പൈ ബൈ ഒമേഗ വരുമ്പോൾ ഇവിടെ കോസ് n പൈ എന്നുള്ള രീതിയിൽ തന്നെ വരും. ഓക്കെ, അപ്പോൾ അത് x0 ആണ്. ഓക്കെ, അതായത് 2 പൈ ബൈ ഒമേഗ കൊടുക്കുമ്പോൾ x0. അപ്പം ഇതിന്റെ വേരിയേഷൻ വരുന്നത് ടൈം 0 ആവുമ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ആ ഒരു ഗ്രാഫിന്റെ വേരിയേഷൻ എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന x0 അടുത്ത പൈ ബൈ 2 ഒമേഗയിലെ വരുമ്പോൾ അത് 0 പൈ ബൈ ഒമേഗ എന്ന് പറയുന്ന ടൈമിൽ വരുമ്പോൾ -x0 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എങ്ങനെയാണെന്നുള്ള വേരിയേഷൻ.
അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ കണ്ടോ, ടൈം സീറോ ആവുമ്പോൾ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് x0 ആണ്. ഓക്കെ, x0 ആണ്. അടുത്ത ടൈം π/2 ഒമേഗ ആവുമ്പോൾ ഇതിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ അത് അവിടുന്ന് 0ലേക്ക് വന്നു. അടുത്ത π/ω എന്ന് പറഞ്ഞ ടൈം പീരീഡിലേക്ക് അല്ലെങ്കിൽ ടൈമിലേക്ക് വരുമ്പോൾ -x0 ആയി. അപ്പൊ അത് മൈനസിലേക്ക് പോയി. അടുത്ത 3π/2 ഒമേഗ എന്ന് പറയുന്നതിലേക്ക് വന്നപ്പോൾ അത് 0 ആയി. അപ്പൊ ഇവിടെ 0ലേക്ക് വന്നു. അപ്പം ഈ ഒരു രീതിയിലാണ് അതിന്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ് വരുന്നത് അല്ലെ. ഇവിടുന്ന് ഈ വാല്യൂലേക്ക് വന്നു, അവിടുന്ന് അത് 0ലേക്ക് വന്നു, ഇങ്ങനെ മൈനസ് കൂടെ 0ലേക്ക് വന്നു, അടുത്ത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അതൊരു സൈക്കിൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പം ഡിസ്പ്ലേസ്മെന്റിന്റെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ആ രീതിയിലാണ് വേരിയേഷൻ വരുന്നത്. ഓക്കെ, പക്ഷെ നമ്മളെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ ഡിസ്പ്ലേസ്മെന്റിന്റെ ടേം മാത്രം മതിയോ? പോരല്ലോ, അടുത്ത വെലോസിറ്റിന്റെ ടേമും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ. അപ്പൊ അത് മാത്രം പോരാ, ഇനി അടുത്ത നമ്മൾ വെലോസിറ്റിന്റെ ടേമും ഇതുപോലെ ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്തിട്ട് രണ്ടും കൂടി കമ്പൈൻ ചെയ്യാണ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് നോക്കാം. അടുത്തത് ഈ ഒരു ടേം മാത്രം x0/ω sin ωt. അപ്പൊ അതിന്റെ ടേം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യാണ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, ആ വെലോസിറ്റിന്റെ ടേം മാത്രം എടുത്തിട്ട് ആ ഇക്വേഷനിൽ കൊടുക്കുക. ഓക്കെ, ആ ഇക്വേഷൻ എന്തായിരുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതാം. x0/ω x.0/ω sin ωt അല്ലെ, ഇതല്ലേ ഇക്വേഷൻ, x.0/ω sin ωt. ഓക്കെ, അപ്പൊ ഇതില് ടൈം സീറോ ആവുമ്പോൾ ടീന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോൾ വെലോസിറ്റിന്റെ ടേം ആണ് x.t ആണ്. വെലോസിറ്റിന്റെ ടേം എന്ത് വരും? sin 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ അത് 0 ആയിരിക്കും വരുന്നത്. അടുത്ത π/2 ഒമേഗ എന്ന് പറയുമ്പോൾ അടുത്ത ടീന്റെ സ്ഥാനത്ത് π/2 ഒമേഗ കൊടുക്കുമ്പോൾ ഇവിടെ ഒമേഗ ക്യാൻസൽ ആവും, ബാക്കി എന്തായിരിക്കും? π/2 എന്നായിരിക്കും. അപ്പൊ sin π/2 എന്ന് പറയുമ്പോൾ എന്താ? sin π/2 എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ടേം 1 × x0/ω. അടുത്തത് മൂന്നാമത്തത് നമ്മൾ അടുത്ത ടൈം π/ω എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ ടീന്റെ സ്ഥാനത്ത് π/ω വരുമ്പോൾ sin π ആവും. sin π എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ടേം 0 വന്നു. അടുത്ത ടീന്റെ സ്ഥാനത്ത് 3π/2 ഒമേഗ കൊടുക്കും. അപ്പം 3π/2 ഒമേഗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒമേഗ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ 3π/2 എന്ന് വരും. sin 3π/2 എന്ന് പറയുന്നത് മൈനസ് ആണ് വരുന്നത്, -x.0/ω എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് -1 വരും. അപ്പൊ -1 × x0/ω ദാറ്റ് ഈസ് -0/ω. അടുത്ത 2π/ω കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും 2π എന്ന് പറഞ്ഞാൽ വരിക, അപ്പൊ അത് 0 ആണ്. അപ്പൊ ഈ രീതിയിലാണ് വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ടേം വേരി ചെയ്യുന്നത്. അപ്പൊ x 0 ആകുമ്പോൾ വെലോസിറ്റി എന്താണ്? 0 ആണ്. x π/2 ഒമേഗ ആകുമ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് x.0/ω ആണ്, x.0/ω. അടുത്ത ടൈം π/ω ആകുമ്പോൾ അത് 0ലേക്ക് വന്നു. അപ്പൊ അടുത്ത 3π/2 ഒമേഗ ആകുമ്പോൾ അത് 0ലേക്ക് വന്നു. അപ്പൊ ഈ രീതിയിലാണ് ഇതിന്റെ വേരിയേഷൻ പോകുന്നത്. അപ്പം ഡിസ്പ്ലേസ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ഗ്രാഫ് പോർഷൻ എങ്ങനെയാണ്, അതിന്റെ വേരിയേഷൻ, അതിന്റെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ ഇവിടെയും അതിന്റെ വേരിയേഷൻ വരുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ രണ്ടും നോട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഉള്ള ഈ ഒരു അൺഡാംഡ് ഫ്രീ വൈബ്രേഷൻ ഈ രണ്ടും കൂടി ഒന്നിച്ചല്ലേ വരുന്നത്. അപ്പൊ ഫൈനൽ x(t) എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ ആയിരിക്കും അല്ലെ. സോറി, ഞാനിവിടെ മുന്നേ പറഞ്ഞപ്പോ ഇത് ഇത് x(t) തന്നെയാണ്, x ഡോട്ട് അല്ല, ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടേം തന്നെയാണ്, x(t) തന്നെയാണ്. അപ്പൊ x(t)നെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് x0 ആൻഡ് x.0/ω. അപ്പം x0 എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് ടേം വെലോസിറ്റിന്റെ ടേമും ഇതിനെ വേരി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേരി ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്ത ഡിസ്പ്ലേസ്മെന്റിന്റെ മാത്രമായിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ മാത്രം നമ്മൾ എടുത്തു, x0ന്റെ ടേം മാത്രം, ഈ ഒരു ടേം മാത്രം x0 cos ωt. അടുത്ത വെലോസിറ്റിന്റെ ടേം നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പൊ അവിടെ വേരി ചെയ്യുന്നത് എന്ത് തന്നെയാണ്? ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ് രണ്ടിടത്തും വേരി ചെയ്യുന്നത്. എടുത്തിരിക്കുന്ന ടേം ഒന്ന് ആദ്യത്തേല് x(t) ആണ്, രണ്ടാമത്തെ x.0/ω എന്ന് പറയുന്ന ടേം ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് തന്നെയാണ്. അപ്പൊ ഇതില് രണ്ടിലും രണ്ട് ഫിഗർ നമുക്കിപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി രണ്ടും കൂടി കമ്പൈൻ ചെയ്യണം.
ഓക്കെ, വെലോസിറ്റിയും അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റും കൂടെ രണ്ടും ഇതിന് ഈ ഒരു ഫൈനൽ ഡിസ്പ്ലേസ്മെന്റിൽ എഫക്റ്റ് ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോവാണ്. അപ്പൊ കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സീറോയിലാവുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ വെലോസിറ്റി ടേം കറസ്പോണ്ടിങ് ആയിട്ട് സീറോ തന്നെയാണ് സീറോയില്. എന്നാൽ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ടേം കറസ്പോണ്ടിങ് ആയിട്ട് x0 ആണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? x0 ആണ് അവിടെ വരിക. അപ്പൊ ഇവിടെ x0 എന്ന് പറയുന്ന ടേം എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, x0 എന്ന് പറഞ്ഞിട്ട്. അടുത്ത π/2 ഒമേഗ എന്ന് പറഞ്ഞ ടേമിൽ എത്തുമ്പോൾ അവിടെ നമുക്ക് x.0/ഒമേഗ എന്ന് പറഞ്ഞ ടേം ഇവിടെ ഉണ്ട്. π/2 ഒമേഗയിൽ ഇവിടെ നമുക്കത് 0 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ π/2 ഒമേഗ എന്ന് പറയുന്ന ടേമിൽ വരുന്ന അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x.0/ഒമേഗയാണ്. അപ്പോൾ ആദ്യത്തെ x0 എന്ന് അടുത്ത ടൈമിലേക്ക് വരുമ്പോൾ അത് x.0/ഒമേഗ എന്ന് പറയുന്ന ടേമിലേക്കാണ് ഇവിടെ പോകുന്നത്. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സീറോയിലേക്കല്ല, അതായത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ പൊസിഷൻ ഈ ഒരു പോയിന്റിലാണ് വരുന്നത്. അടുത്തത് π/ഒമേഗ എന്ന് പറഞ്ഞ ടൈം. π/ഒമേഗ എന്ന് പറയുന്ന ടൈം എടുക്കുമ്പോൾ ഇതിൽ നോക്കുമ്പോൾ 0 ആണ്, ഇവിടെ നോക്കുമ്പോൾ -x0 ആണ്. അപ്പൊ അത് -x0ലേക്കാണ് ആ കറസ്പോണ്ടിങ് ടൈമിലേക്ക് വരുന്നത്. അപ്പൊ -x0ലേക്കാണ് ആ ഒരു കറസ്പോണ്ടിങ് ടൈമിൽ വരുന്നത്. ഓക്കെ, അപ്പം ഇതിന്റെ ഇടയ്ക്ക് അത് 0 ആവുന്നുണ്ട്. 0 ആയിട്ട് ഇത് -x0 എന്ന് പറയുന്ന ടേമിലേക്ക് വരും. വേരിയേഷൻ ഇവിടുന്ന് ഇതിന്റെ ഇടയ്ക്ക് അത് 0 ആയി ഈ ടേമിലേക്ക് എത്തിയപ്പോൾ -x0 എന്ന് പറഞ്ഞ ടേമിലേക്ക് വന്നു. അടുത്ത 3π/2 ഒമേഗ എന്ന് പറഞ്ഞ ടൈമിൽ ഇതിന് വാല്യൂ ഉണ്ട്, x0/ഒമേഗ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതുള്ളത്. ഇവിടെ നോക്കുമ്പോൾ അത് 0ലാണ് അല്ലെ, അത് 0ലാണ്. അപ്പം ആ കറസ്പോണ്ടിങ് 3π/2 ഒമേഗ എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ വരുന്ന കമ്പൈൻ ചെയ്യുമ്പോൾ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് x0 തന്നെയായിരിക്കും, x.0 തന്നെയായിരിക്കും. x0 ആ ഒരു വാല്യൂ തന്നെയായിരിക്കും അവിടെ വരുന്നത്. അടുത്തത് നെക്സ്റ്റ് ടൈമിലേക്ക് പോകുമ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ആ രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് നമ്മൾ നോക്കും, ഫസ്റ്റത്തെ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ടേം നമ്മൾ എടുക്കും. ഡിസ്പ്ലേസ്മെന്റ് ടേമിൽ ആദ്യത്തത് x0 ആണ്, രണ്ടാമത്തെ വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് 0 ആണ്. അപ്പം ടൈം 0 എന്ന് പറയുന്നതിൽ നമ്മൾ ഏത് വാല്യൂ മാർക്ക് ചെയ്യുക? നമ്മൾ ഈ വാല്യൂ ആണ് മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ π/2 ഒമേഗ എന്ന് പറയുന്ന ടൈമിൽ നോക്കുമ്പോൾ x(0) ആണ്, അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഈ ടൈമിൽ വെലോസിറ്റി കമ്പോണന്റ് ആയിട്ട് വരുമ്പോൾ x.0/ഒമേഗയാണ്. അപ്പൊ രണ്ടാമത്തെ ടൈമിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ വാല്യൂ ആയിരിക്കും. ഓക്കെ, രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x.0/ഒമേഗ എന്നുള്ളതാണ്. അടുത്ത മൂന്നാമത്തെ ടൈമിൽ, അതായത് π/ഒമേഗ എന്ന് പറയുന്ന ടൈമിൽ ഇതുമായിട്ട് ഡിസ്പ്ലേസ്മെന്റിന്റെ ആ ഒരു ടേമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് -x0 ആണ്. അതുപോലെ ഇവിടെ വരുന്നത് അത് 0 ആണ്. അപ്പൊ നമ്മൾ ഏതായിരിക്കും മാർക്ക് ചെയ്യുക? അടുത്തതിൽ -x0 ആയിരിക്കും മാർക്ക് ചെയ്യുക. അപ്പോൾ ആ രീതിയിലാണ് ഇത് ഈ ഒരു ഡയഗ്രാം കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, കമ്പൈൻഡ് ആക്കിയിട്ടുള്ളത്. ആദ്യത്തേൽ x0, അടുത്ത x0/ഒമേഗ, അടുത്തത് 0യിലൂടെ പാസ് ചെയ്തിട്ട് ഇവിടെ എത്തിയപ്പോൾ -x0യിലേക്ക് വന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ വേരിയേഷൻ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ അൺഡാംഡ് ഫ്രീ വൈബ്രേഷനിൽ വരുന്നത്. അപ്പൊ ഇത് പ്രകാരം ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ആ ഒരു വേരിയേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്, രണ്ടും കൂടി വരുമ്പോൾ ഉള്ളതാണ് നമ്മുടെ ഫൈനൽ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് വരുന്നത്. ഓക്കെ, ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്, അതാണ് നമ്മളിവിടെ കമ്പൈൻ ചെയ്ത് വരച്ചത് കാണിച്ചത്. അപ്പൊ വരച്ചത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്.